ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് വർക്കിനെ കുറിച്ചിട്ടാണ്. ഒന്ന് ഫെറോ സിമെൻറ്റും പിന്നെ ഒന്ന് ബാത്റൂം സേഫ്റ്റി ലിക്വിഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതൊരു ബെഡ്റൂമിലുള്ള ഒരു അറ്റാച്ചഡ് ബാത്റൂമാണ്. ഈ ബാത്റൂമിൽ സേഫ്റ്റി ലിക്വിഡ് അടിച്ചിട്ടുണ്ട്. ഒരു 3 അടി പൊക്കത്തിനാണ് സേഫ്റ്റി ലിക്വിഡ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചുമരിൻ്റെ ഔട്ട് സൈഡ് നമുക്ക് ലീക്കൊന്നും വരുന്നില്ല, അതിന് വേണ്ടിയിട്ടാണ് ഇത് അടിക്കുന്നത്. ഈ ലിക്വിഡ് നമുക്ക് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ വൈറ്റ് സിമെൻറ്റിൽ പേസ്റ്റ് മിക്സ് ചെയ്ത് അടിക്കാവുന്നതാണ്. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ വർക്കുമായി ബന്ധമുള്ള എല്ലാ വർക്കുകളും കാണാവുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഫെറോ സിമെൻറ്റ് വർക്കിനെ കുറിച്ചിട്ടാണ്. ഒരു ഫെറോ സിമെൻറ്റ് വർക്ക് എപ്പോഴാണ് ഒരു പുതിയ വീട്ടിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അതായത് ഒരു വീട്ടിൽ ഫുള്ളായിട്ട് പ്ലാസ്റ്റിംഗ് വർക്ക്, അതായത് തേപ്പ് വർക്ക് കഴിഞ്ഞ ഉടനെയാണ് ഫെറോ സിമെൻറ്റ് വർക്ക് ചെയ്യേണ്ടത്. അതായത് തേപ്പ് വർക്ക് കഴിഞ്ഞ ഉടനെ നമ്മൾ വൈറ്റ് സിമെൻറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. അതിന് മുമ്പാണ് നമ്മളിത് ചുമര് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതിന് ശേഷം നമ്മൾ വൈറ്റ് സിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഫിനിഷിംഗ് ആയിട്ടുണ്ടാവും. ഇതൊരു മോഡൽ ഷെൽഫാണ്. ഇനി നമുക്ക് അടുത്തത് കിച്ചണിലേക്ക് ചാടാം. ഇതാണ് കിച്ചൺ സ്ലാബ് നമ്മൾ കോൺക്രീറ്റ് കൊണ്ട് വാർത്തിട്ടുണ്ട്. ആ കോൺക്രീറ്റിൻ്റെ അടിയിലാണ് ഫെറോ സിമെൻറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് കിച്ചൺ സ്ലാബ് വേണമെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് ഫെറോ സിമെൻറ്റ് കൊണ്ട് തന്നെ കോൺക്രീറ്റിന് പകരം ചെയ്യാവുന്നതാണ്. നമുക്കിത് ഫെറോ സിമെൻറ്റ് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കിച്ചണിൽ ഇത് ഫുള്ളായിട്ട് ചെതൽ വരില്ല, അങ്ങനെയുള്ളൊരു ഗുണങ്ങളും കൂടി ഉണ്ട് ഫെറോ സിമെൻറ്റ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ. നമുക്ക് ഫെറോ സിമെൻറ്റ് കൊണ്ട് ചെയ്തതിന് ശേഷം അലുമിനിയം ഫാബ്രിക്കേഷനോ അല്ലെങ്കിൽ മരം കൊണ്ട് ഡോറോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ചെതലിൻ്റെ പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ കിച്ചണിൽ ഫെറോ സിമെൻറ്റ് വർക്ക് കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ വൈറ്റ് സിമെൻറ്റ് അടിക്കലാണ് നല്ലത്. അപ്പോൾ ആ ഫിനിഷിങ് ഉണ്ടാവും, ആ കട്ട് ചെയ്ത ഭാഗമൊക്കെ കാണാൻ. അത് അപ്പോൾ കിച്ചണിൽ നമ്മൾ കണ്ടു. ഇനി അടുത്തത് ഷെൽഫാണ്. ഷെൽഫൊന്ന് കാണാം. ഇതാണ് ഒരു റാക്കാണ്. ഇത് നമുക്കിതിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുക. അതിൻ്റെ അടുത്ത് നമ്മളൊരു ബെഡ്റൂമിലുള്ളൊരു അൽമാറയാണ്. അൽമാറയിൽ നമ്മളിങ്ങനെ നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുക, അതിൽ ഡോറ് വലിക്കണ പോലെ. അപ്പോൾ ഈ വർക്കെല്ലാം ഫിനിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ ഈ വീഡിയോയിൽ കാണുന്നുണ്ട്, പ്രത്യേകം കാണാം. ഇത് TV വെക്കാനുള്ളൊരു റാക്കാണ്. ഇത് പ്രത്യേകം നോക്കുക. ഇതും അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇത് നമ്മൾ വാഷ് ബേസിൻ്റെ അടിയിൽ ഫെറോ സിമെൻറ്റ് കൊണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തിരിക്കുകയാണ്.